സർട്ടിഫിക്കറ്റ്സ് എല്ലാം എടുത്തില്ലേ മോളെ? ഉവ്വച്ചാ. ആ വാ. നീ വരുന്നില്ലേ രത്നമ്മേ? എങ്ങോട്ട്? ജാനിമോളെ ചേർക്കാൻ പോകുന്ന സ്കൂളിൽ തന്നെയല്ലേ രത്നമ്മേ നീയും പഠിപ്പിക്കുന്നേ? ഇപ്പൊ നീ അങ്ങോട്ടല്ലേ പോവാൻ തുടങ്ങുന്നേ, പിന്നെ എന്തിനാ എങ്ങോട്ട് എന്നൊരു ചോദ്യം? സ്കൂളിലേക്ക് തന്നെയാണോ പോകുന്നതെന്ന് ആർക്കറിയാം? ജാനിമോളെ കൊണ്ട് ഞാൻ പിന്നെ വേറെ എവിടെ പോകാനടി? എങ്ങോട്ടാ പോവാൻ വയ്യാത്തത്? പാർക്ക്, ബീച്ച്, ഹോട്ടൽ, റിസോർട്ട്, അങ്ങനെ പോവാൻ കൊള്ളുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട്. രത്നമ്മേ, ഇവിടെ ആയിപ്പോയി. അയൽക്കാർ കാണൂലെന്ന് പേടിച്ചാ, ഇല്ലെങ്കിൽ ചെകിട അടിച്ച് പൊട്ടിച്ചാനേ നിന്റെ. ഞാൻ നടന്നു പോയിക്കോളാം അച്ഛ. അച്ഛ പിന്നെ വന്നാ മതി. അതൊക്കെ ഞാൻ തീരുമാനിക്കാം. നീ ചെന്ന് കാറി കയറ്. എടീ, അച്ഛനും മകളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി മനുഷ്യവർഗത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. കൊള്ളക്കാരനോ കൊലപാതകിയോ മോഷ്ടാവോ ആരായാലും അതിന് മാറ്റം ഉണ്ടാവില്ല. നിന്റെ മനസ്സിലെ ദുഷ്ടത വെച്ച് നോക്കിയാ ഇവരൊക്കെ എത്രയോ ഭേദോടി. രത്നമ്മയേക്കാൾ ഭേദപ്പെട്ട ചിലരൊക്കെ ഉണ്ടെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടാവും. പുതിയ മേച്ചിൽപ്പുറം കണ്ടുവച്ചിട്ടുണ്ടല്ലോ. ഞാൻ വരുന്നില്ല അച്ഛ. എനിക്ക് സ്കൂളിൽ പോകണ്ട, പഠിക്കാൻ വേണ്ട. എനിക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുന്നതുകൊണ്ടല്ലേ അമ്മയ്ക്ക് അച്ഛനോട് ഇത്രയും ദേഷ്യം. എന്നെ അമ്മ എന്ത് വേണേലും പറഞ്ഞോട്ടെ, പക്ഷെ എന്നെ അച്ഛനെയും ചേർത്ത് പറയുമ്പോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ചങ്ക് പൊട്ടുന്ന പോലെ തോന്നുന്നു എനിക്ക്. പൊന്നുമോള് കരയുന്ന കണ്ടില്ലേ? ചെന്ന് കണ്ണീര് തുടയ്ക്കോ, കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കോ, എന്താന്ന് വെച്ചാ ചെയ്തോ. ഞാനിവിടെ നിൽക്കുന്നൊന്നും കണക്കാക്കണ്ട. ചെന്ന് വണ്ടി കയറി മോളെ. ഞാൻ നടന്നു വന്നേക്കാം അച്ഛ. കാറി കയറി ജാനി. നിന്റെ മുന്നിൽ വെച്ച് സൂര്യമോളിൽ നിന്ന് ലാളിക്കാൻ പോലും ഞാൻ ഭയപ്പെടണമല്ലോ രത്നമ്മേ.